ശാന്തി. ഇന്നത്തെ ദിവസം അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്ഥിതിയുടെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് ദേഹത്തിൻ്റെ മമത്വത്തെ ഇല്ലാതാക്കൂ. ആദ്യം തൻ്റെ ദേഹത്തോടുള്ള മമതയെ ഇല്ലാതാക്കൂ. അങ്ങനെയെങ്കിൽ സംബന്ധവും അതുപോലെ പദാർത്ഥവും ഇവ രണ്ടിൽ നിന്നുമുള്ള മമത്വത്തെ സ്വതവേ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. ഫരിസ്തയാകുന്നതിനായി ഏറ്റവും ആദ്യം ഈ ഒരു അഭ്യാസം ചെയ്യൂ. ഈ ദേഹം സേവാർത്ഥം മാത്രമാണ്, സമ്പത്താണ്, സൂക്ഷിക്കാനുള്ള മുതലാണ്. ഞാൻ ട്രസ്റ്റിയാണ്. പിന്നീട് നോക്കൂ ഫരിസ്താസ്ഥിതിയാകാൻ എത്ര എളുപ്പമായിരിക്കുമെന്ന്. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഓം ശാന്തി. മമത്വം നല്ലതാണോ അല്ലയോ? പറയാറുണ്ട്. ഒന്ന് സംബന്ധം, രണ്ടാമത് ബന്ധനം. ദേഹത്തോട് സംബന്ധവുമുണ്ട്, ബന്ധനവുമുണ്ട്. നമുക്ക് ദേഹഭാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനും കഴിയില്ല. പക്ഷേ സൂക്ഷ്മത്തിൽ ദേഹത്തോടുള്ള ആസക്തി അഥവാ മമത്വം, അതിനാദ്യമായി എൻ്റെ എന്നുള്ള വാക്കിനെ ഇല്ലാതാക്കണം. എൻ്റേത് എന്നുള്ളതല്ല, ബാബയാണ് ഈ ശരീരത്തെ സേവാർത്ഥം നൽകിയത്. ശരീരം സേവാർത്ഥത്തിനാണ്. ലൗകികത്തിലാണെങ്കിലും ശരീരത്തോട്, പദാർത്ഥങ്ങളോട്, സംബന്ധത്തോട് എല്ലാത്തിൽ നിന്നും സുഖം ലഭിക്കുന്നതിൻ്റെ ശീലമുണ്ടാക്കുന്നു. പറയാറുണ്ടിങ്ങനെ, ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ചിലരുണ്ട് ഭക്ഷിക്കാനായി ജീവിക്കുന്നു, കഴിക്കാനായി ജീവിക്കുന്നവരുണ്ട്. ചിലർ ഭക്ഷണം അത്യാവശ്യം തന്നെയാണ്, പക്ഷേ ശരീരത്തിന് എത്രത്തോളം ആവശ്യമാണോ അത് മാത്രം കഴിക്കുക. ഒരു ചൊല്ലുമുണ്ടല്ലോ, നാവും വയറും രണ്ടും തമ്മിൽ വളരെ യുദ്ധമാണെന്ന് പറയും. നാവ് പറയും കുറച്ചുകൂടി കഴിക്കൂ എന്ന്. വയറ് പറയുന്നു ഞാൻ നിറഞ്ഞു, എനിക്ക് മതി എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സന്തുലനാവസ്ഥ, ബാലൻസ് വയ്ക്കണം. ഏതൊരു വസ്തുവാണെങ്കിലും ഒരു കുതിരയെ നമുക്ക് വളരെ സ്നേഹത്തോടെയും നടത്താൻ സാധിക്കും, അതുപോലെ അതിന് തല്ല് കൊടുത്തുകൊണ്ടും അതിനെ മെരുക്കാൻ സാധിക്കും. അതിനർത്ഥം വളരെയധികം വിശന്ന് കഴിക്കാതെ ഇരിക്കണമെന്നുമല്ല. ശരീരത്തെ സ്നേഹത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, പാലിക്കണം. ശരീരത്തോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, നീ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്, വളരെ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത്, എന്നെ വളരെയധികം സഹയോഗം എനിക്ക് നൽകുന്നു. അതിനാൽ ശരീരത്തോടൊപ്പവും നല്ലൊരു സംബന്ധം വയ്ക്കണം. വൃത്തി വളരെ സൂക്ഷ്മമായ ഒന്നാണ്. മധുബനിലേക്ക് പോകുന്ന സമയത്ത് പലരും എന്നോട് പറയാറുണ്ട്, അവിടെയുള്ള ഭോജനം എന്ത് സ്വാദാണ്, അവർ എന്താണ് അതിൽ ചേർക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതേ മസാലകളും അതേപോലുള്ള പച്ചക്കറികളും ചേർത്തിട്ടാണല്ലോ അവരും ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രേമത്തിൻ്റെയും ഭാവനയുടെയും ടേസ്റ്റാണത്. അത് കാണാൻ സാധിക്കില്ല. ചിലത് നമുക്ക് രുചിച്ച് നോക്കാൻ സാധിക്കും, ഉപ്പുണ്ടോ എരിവുണ്ടോ അതുപോലെ പുളിയുണ്ടോ എന്നൊക്കെ. പക്ഷേ പ്രേമം, ഭാവന, അതുപോലെ ബാബയുടെ ഓർമ്മ, അത് കാണാൻ കഴിയില്ല. ഭോജനം ഉണ്ടാക്കുന്ന സമയത്ത് എത്രത്തോളം ഭോജനത്തെയും അനാസക്ത ഭാവത്തിൽ, അതേപോലെ ബാബയുടെ ഓർമ്മയിൽ ഉണ്ടാക്കുന്നു, ബാബയ്ക്ക് ഭോഗ് വയ്ക്കുന്നു. ബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് നാം കഴിക്കുന്നത് എന്ന സ്മൃതി. നമ്മൾ സമ്പാദിക്കുന്നതാണ് ചെലവഴിച്ച് നാം കഴിക്കുന്നതെങ്കിലും അത് ബാബയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തന്നെയാണ്. ബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും കഴിക്കുന്നു. ഇത് വളരെ സൂക്ഷ്മത്തിൽ ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് പലരും സമർപ്പണ സമാരോഹണം നടത്തിയിട്ടാണല്ലോ ബാബയിൽ സമർപ്പണം ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വന്ന സമയത്ത് അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഓരോന്നും
കിട്ടുമായിരുന്നു. പലരും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും കൊണ്ടുവരുമായിരുന്നു. അതെല്ലാം നമ്മൾ ബാബയുടെ ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കുക. അപ്പോൾ ബാബ എന്ന് പറയുമായിരുന്നു, കുട്ടി നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ തീർച്ചയായും ഈ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മുടെ ഭാവനയും അതുതന്നെയായിരുന്നു. ബാബയിൽ നിന്നും, അതായത് ബാബയുടെ യജ്ഞത്തിൽ നിന്നും നമുക്ക് വസ്ത്രമാണെങ്കിലും ഭോജനമാണെങ്കിലും ലഭിക്കണമെന്ന്. ഇതിലൂടെ നമുക്ക് അനാസക്ത വൃത്തി ധാരണ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ മമത്വം ഇല്ലാതാക്കുക അർത്ഥം ഭക്ഷണം ഉപേക്ഷിക്കുക, ഉറക്കം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. സർവ്വതും നമുക്ക് ആവശ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ആന്തരിക വൃത്തി, ആ വൃത്തിയാണ് ബാബയുടെ അടുത്തേക്ക് എത്തുക. അതിനാൽ ആദ്യം നമ്മുടെ ദൈഹിക വൃത്തി, ദേഹത്തോടുള്ള മമത്വത്തെ ഇല്ലാതാക്കണം. അതിനുശേഷമാണ് സംബന്ധത്തോടുള്ള മമത്വം, പദാർത്ഥത്തോടുള്ള മമത്വത്തെ എല്ലാം ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. എൻ്റേത് 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 എന്നുള്ള ഒരു ചിന്ത. ലൗകികത്തിലാണെങ്കിലും എൻ്റെ കുട്ടി അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആൾ എന്നൊരിക്കലും ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ ജ്ഞാനത്തിലുണ്ട്. ഏറ്റവും ആദ്യത്തെ പ്രാക്ടീസ് നമുക്കുണ്ടായിരിക്കേണ്ടത് ലൗകികത്തിൻ്റെയും അലൗകികത്തിൻ്റെയും വ്യത്യാസം തിരിച്ചറിയുക എന്നുള്ളതാണ്. ദേഹത്തിൻ്റെ മമത്വത്തെ ഇല്ലാതാക്കൂ എങ്കിൽ ഈ സംബന്ധം, അതുപോലെ പദാർത്ഥം, ഇവയോടുള്ള മമത്വത്തെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ. ആദ്യമെല്ലാം ആരംഭത്തിൽ യജ്ഞത്തിൽ തന്നെയാണ് ചപ്പൽ ഉണ്ടാക്കുന്നത്. ബാബയുടെ ചപ്പലും യജ്ഞത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ജാനകി ദാദിജിയും അതേ ചെരുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, യജ്ഞത്തിൽ നിന്നും ഉണ്ടാക്കിയ ചെരുപ്പ്. അതിനായി ഫരിസ്തയാകുന്നതിന് ഈ ഒരു അഭ്യാസം ചെയ്യണം. ഈ ശരീരം സേവാർത്ഥമാണ്. അതായത് നമുക്ക് ഈ ശരീരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മുതലാണ്. ഞാൻ ട്രസ്റ്റിയാണ്. പിന്നീട് ഫരിസ്തയായി മാറാൻ എത്ര എളുപ്പമാണെന്ന് നോക്കിക്കോളൂ. എനിക്ക് ഭാരമുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലിരിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെ ഡബിൾ ലൈറ്റ് ആകാം? എൻ്റേതായി ഒന്നും തന്നെ ഇല്ല, സർവ്വതും ബാബയുടേതാണ്. ഓരോ പ്രകാരത്തിലും ഈ ഒരു ഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ ബാബയുടേതാണെങ്കിൽ ഞാൻ ട്രസ്റ്റിയാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മുതലാണ് എൻ്റെ ശരീരം. അങ്ങനെയെങ്കിൽ മമത്വത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. വൃത്തിയുടെ പരിവർത്തനമാണ് ഇവിടെ ആവശ്യമായുള്ളത്. അതിലൂടെയാണ് നമുക്കൊരുപാട് സഹായം പുരുഷാർത്ഥത്തിനും ലഭിക്കുന്നത്. ബന്ധനത്തിലൂടെയാണ് നമുക്ക് ജന്മം ലഭിച്ചത്, ശരി തന്നെ. ഏത് വീട്ടിലാണോ, ഏത് സംബന്ധികളെയാണോ നമുക്ക് കിട്ടിയത്, വീട്ടിൽ എന്തെല്ലാം പദാർത്ഥങ്ങളാണോ ഉള്ളത്, എല്ലാം നമ്മുടെ കർമ്മക്കണക്കനുസരിച്ച് നമുക്ക് ലഭിച്ചു. എന്നാൽ ബാബയുടേതായി തീർന്നതിന് ശേഷം നമുക്കിതിലെല്ലാം തീർത്തും പരിവർത്തനം കൊണ്ടുവരാൻ സാധിച്ചു. അപ്പം അതിനാൽ ഈ ഒരു ജനുവരി മാസത്തിൽ പുതിയ രീതിയിലുള്ള അനുഭവം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. വളരെ നല്ല രീതിയിൽ സൂക്ഷ്മ പുരുഷാർത്ഥം ചെയ്യണം. ദേഹത്തിൽ നിന്ന് വേറിട്ടത് തന്നെയാണ് ഏറ്റവും നവീനമായ സൂക്ഷ്മത്തിലുള്ള പുരുഷാർത്ഥം. അങ്ങനെയെങ്കിൽ ആത്മാവിന് ഈ ദേഹത്തിന് ബലം നൽകാൻ സാധിക്കും. ബാബയിൽ നിന്നും സ്വീകരിക്കുക തന്നെ വേണം, എന്നാലേ ബലം ലഭിക്കൂ. പക്ഷേ ജ്ഞാനയോഗത്തിൻ്റെ ബലത്തിലൂടെ ശരീരത്തിനെയും കൊണ്ടുപോകേണ്ടത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. ഓം ശാന്തി.